മലപ്പുറം എടക്കരയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത. എടക്കരയിൽ ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. മുഹമ്മദ് കബീർ എന്നയാളുടെ കടയിൽ നിന്നാണ് ആനക്കൊമ്പുകൾ പിടിച്ചത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഇത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നു. 2 ആനക്കൊമ്പുകളാണ് പിടിച്ചെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിപിൻ, എങ്ങനെയാണ് ഈ മുഹമ്മദ് കബീർ എന്നയാളുടെ കൈവശം ഈ ആനക്കൊമ്പുകൾ വന്നത്? എന്താണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് വിപിൻ? റിജിത്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ എറണാകുളം ചെന്നൈ യൂണിറ്റുകൾ സംയുക്തമായാണ് ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എടക്കരയിലെ മുഹമ്മദ് കബീർ എന്നയാളുടെ ഇലക്ട്രോണിക് ഷോപ്പിലാണ് ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഇവിടെയാണ് റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഇത് വാങ്ങാൻ വന്ന 3 പേരും ഇതിൽ പങ്കാളികളായ 5 പേരും അടക്കം അങ്ങനെ 8 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. വനം വകുപ്പാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണം കഴിഞ്ഞ് അത് വനം വകുപ്പിന് കൈമാറുകയായിരുന്നു. തൃശൂർ, മേലാറ്റൂർ സ്വദേശികളാണ് ഇത് വാങ്ങാൻ വന്നവർ എന്നാണ് അറിയുന്നത്. ഇങ്ങനെയാണ് 8 പേർ ഇപ്പോൾ ഈ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുള്ളത്. കരുളായിൽ നിന്ന് ഇത് ലഭിച്ചു എന്നുള്ളതാണ് മുഹമ്മദ് കബീറിന്റെ മൊഴിയുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ റവന്യൂ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു പരിശോധന അതീവ രഹസ്യമായി തന്നെ നടന്നത്. അപ്പോൾ വാങ്ങാൻ വന്ന ആളുകളും പങ്കാളികളും ഉൾപ്പെടെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം വനം വകുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.